നമ്മുടെ തിയേറ്ററിൻ്റെ സ്പെക്ക് എന്താണ്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാ ഹോം തിയേറ്റർ സിസ്റ്റത്തിലും നമ്മൾ കാണുന്ന ഒരു പരിപാടിയാണ് ഫ്രണ്ടിൽ ഒരു പെട്ടി കൊണ്ടുവന്ന് അങ്ങ് വെക്കും. അതിനകത്ത് കുറേ റാക്ക്, അതിൻ്റെ അടുത്ത് വന്ന് സ്റ്റാൻഡിങ് സ്പീക്കർ, ആ പെട്ടിയുടെ നടുക്ക് ഒരു സെൻട്രൽ സ്പീക്കർ. ഇതല്ല ശരിക്കും തിയേറ്റർ എന്ന് പറഞ്ഞാൽ. സ്ക്രീനിനകത്തൊരു ക്യാരക്ടർ സംസാരിച്ചാൽ ആ ക്യാരക്ടർ സംസാരിക്കുന്നത് പോലെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ പ്രൊഫൈലിലായിരിക്കണം സ്പീക്കേഴ്സ്. അതുകൊണ്ടാണ് റിയൽ ടൈം തിയേറ്റേഴ്സിലെല്ലാം സ്പീക്കേഴ്സ് ബാക്കിൽ പ്ലേസ് ചെയ്യുന്നത്, സ്ക്രീനിൻ്റെ ബാക്കിൽ. ഇത് അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് സ്ക്രീൻ ആണെങ്കിലേ സൗണ്ട് പുറത്ത് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഇനി നമ്മുടെ സ്പെക്കിലേക്ക് വരാം. നമ്മുടെ ഇവിടുത്തെ 200 ഇഞ്ച് സ്ക്രീനിൻ്റെ പിറകിൽ തന്നെയാണ് സ്പീക്കേഴ്സ് എല്ലാം. സെൻട്രൽ ചാനൽ നടുക്കാണ്, റൈറ്റ് ലെഫ്റ്റ് ചാനലും ഉണ്ട്. അതേപോലെ തന്നെ സറൗണ്ടായിട്ട് 7 ചാനൽസ് ഉണ്ട്. ഡോൾബി അറ്റ്മോസ് ആയിട്ട് 4 ചാനൽസ് ഉണ്ട്. 4K എൻഹാൻസ്ഡ് പ്രൊജക്ടർ ഉണ്ട്. അതേപോലെ തന്നെ 2 ഡയഗണലി ഓപ്പോസിറ്റ് സബ്വൂഫേഴ്സും ഉണ്ട്. എല്ലാ സ്പീക്കേഴ്സും ബ്രിട്ടീഷ് ബ്രാൻഡായിട്ടുള്ള കെഫിൻ്റെ ആണ് കേട്ടോ. കെഫിൻ്റെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന സാധനം വ്യക്തമായിട്ട് കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ബെൻക്യൂവിൻ്റെ പ്രൊജക്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. DLP ടെക്നോളജിയിൽ വേൾഡ്സ് ബെസ്റ്റ് ടെക്നോളജി ഇന്ന് ഹോൾഡ് ചെയ്യുന്നത് ബെൻക്യൂ ആണ്. അതേപോലെ തന്നെ 3D ഗ്ലാസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 3D പ്രൊജക്ഷനും പോസിബിൾ ആണ്. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീറ്റിംഗ് നമ്മുടെ തിയേറ്ററിനകത്ത് അവൈലബിൾ ആണ്. ഒന്ന്, വയസ്സായ ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും കിടന്ന് കാണാൻ പറ്റുന്ന ലക്സെ ലോഞ്ച് ചെയേഴ്സ്. അതേപോലെ തന്നെ ഇരുന്നും കിടന്നും കാണാൻ പറ്റുന്ന ഓപ്ഷനിലുള്ള എൻഹാൻസ്ഡ് റിക്ലൈനർ ആൻഡ് ഇറ്റ് ഈസ് മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ഏത് പൊസിഷനാണോ നിങ്ങൾക്ക് കിടക്കുമ്പോൾ കംഫർട്ടബിൾ, അവിടെ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് പടം കാണാം. അതേപോലെ റിയൽ ടൈം തിയേറ്റേഴ്സിൽ പോയി തിയേറ്ററിൻ്റെ അകത്ത് ഇരിക്കുന്ന അതേ ഫീലോട് കൂടി കാണാൻ പറ്റുന്ന തിയേറ്റർ ചെയേഴ്സും നമുക്കുണ്ട്.